9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് 9:6. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗിയുടെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഒരു വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച അവിടുത്തെ സന്നിധാനത്തിലായിരിക്കാൻ അവിടെ നൽകിയിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം. ഒരു ദിവസം കൂടി അവിടുന്ന് ഞങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ട് അങ്ങയോട് ചേർന്ന് ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തുടർന്ന് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് അവരും ധ്യാനിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഫലപ്പെടുത്തണമേ. യേശു നാമത്തിൽ തന്നെ. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗത്തിന്റെ അവസാന വാക്യമാണ് നാളുടെ വായിപ്പിക്കുന്നത്. ഇന്ന് സഭ ഭാഗ്യ കേരള മിഷൻ ആയി കൊണ്ടാടുന്ന ഞായറാഴ്ചയാണ്. ദൗത്യം ദൈവസ്നേഹത്തിന്റെ സാർവത്രിക വെളിപ്പെടുത്തൽ എന്ന ഒരു ചിന്തയാണ് സഭയായി ഇന്ന് ചിന്തിക്കുന്നത്. ഭാഗ്യ കേരള മിഷൻ ഞായറാഴ്ചയായി എല്ലാ വർഷവും ജനുവരി മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച സഭയായി ആചരിക്കുന്നു. നമ്മുടെ കേരളത്തിന് പുറത്ത് നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ പ്രവർത്തകരെയൊക്കെ പ്രാർത്ഥനയെ ഓർക്കുന്നതിനും ഒക്കെയുള്ള ഒരു ദിവസമായിട്ടാണല്ലോ ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പുറത്തുള്ള നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഒരു അന്മാരുടെ നേതൃത്വം നമുക്ക് പല ഇടങ്ങളിലും കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചിതറിക്കപ്പെട്ടവരായി പല ഇടങ്ങളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പോയ ഇടങ്ങളിൽ സുവിശേഷത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ആ സമൂഹത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് സഭയായി ഉടലെടുത്തതായിട്ടുള്ള മിഷൻ കേന്ദ്രങ്ങളാണ് നമുക്ക് ഉള്ള പല മിഷൻ കേന്ദ്രങ്ങളും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ നാളുകളിൽ ഈ മിഷൻ കേന്ദ്രങ്ങളെയൊക്കെ ഓർക്കുവാനും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കൈത്താങ്ങൽ നൽകുന്നതിനൊക്കെ ഈ ഒരു ദിവസം വേർതിരിച്ചിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൗത്യത്തിനു വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് 12 പേരെ അടുക്ക വിളിച്ചിട്ട് അവരെ അയക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം ആദ്യത്തെ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ദൗത്യം അത് തുടരുന്നതിന് വേണ്ടി ചിലരെ തിരഞ്ഞെടുക്കുകയും അവരെ അയക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം. ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ ഒരു പ്രതീക്ഷ. നമ്മെ അവൻ അപ്പോസ്തലരായി അയക്കപ്പെട്ടവരായിട്ട് ആക്കിയിരിക്കുമ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കാൻ അവന്റെ ദൗത്യം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ശിഷ്യ സമൂഹം ഈ അയക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഈ നാളുകളിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ ചുരുക്കമായി 1-2 ചിന്തകൾ പറയട്ടെ. ഒന്നാമതായിട്ട് ഇതിന്റെ ഒരു ആധികാരികത എന്ന് പറയുന്നത് ദൈവിക ശക്തിയും അധികാരവുമാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും. ദൈവത്തിന്റെ ശക്തിയും അധികാരവുമാണ് ഈ അയക്കപ്പെടുന്നവരുടെ മേലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിന്റെ ശക്തിയല്ല, ലോകത്തിന്റെ അധികാരമല്ല, ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ശക്തിയും അധികാരവും ഉപയോഗിച്ച് അയക്കപ്പെട്ട ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു ദൈവിക പരിപാലനയുടെ ഉറപ്പ് ഈ ഒരു വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ പറയുന്നത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുക്കരുത്. ഇതെല്ലാം യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഇതൊന്നും നിങ്ങൾ എടുക്കരുത് എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു പരിപാലന, അതിന്റെ ഒരു ഉറപ്പ് ദൈവം നൽകുകയാണ്. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ ദൈവിക പരിപാലന നിങ്ങളോടുകൂടി. ഇന്നത്തെ 1-ാമത്തെ വേദഭാഗം 1-ാമത്തെ ഭാഗത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാത്ത ഇടത്തിലേക്ക് അവൻ പോകുകയാണ്. ദൈവത്തിന്റെ ഒരു പരിപാലന ആ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയും ആ ഒരു ഉറപ്പുള്ളവരായിട്ട് നാം മുമ്പോട്ട് പോകേണ്ടതാണ്. മാത്രമല്ല അയക്കപ്പെട്ടവർ അവര് ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷികളായിട്ട് മാറണം, സാക്ഷ്യത്തിന്റെ അനുഭവക്കാരായിട്ട് മാറേണ്ടത് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. 5-ാമത്തെ വാക്യം പറയുന്നു, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊറി തട്ടിക്കളയും. അപ്പോൾ പോകുന്ന ഇടങ്ങളിൽ സാക്ഷികളായിട്ട് നിലനിൽക്കാനായിട്ട്, അല്ലെങ്കിൽ സാക്ഷ്യത്തിന്റെ ഒരു അടയാളം അവിടെ നിന്നൊക്കെ അവശേഷിക്കുവാനായിട്ട് നമുക്ക് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പലയിടങ്ങളിലും മുന്നേ പോയതായിട്ടുള്ള നമ്മുടെ അന്മായ അവരുടെ സാക്ഷ്യത്തിന്റെ ഒരു അനുഭവം പകർന്നു കൊടുത്തതുകൊണ്ട് ഇന്ന് മാർത്തോമാ സഭയുടെ അനേക ദേവാലയങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ ഉയരുന്നതിന് സാധ്യമായിട്ടുണ്ട്. ഇന്ന് ബാക്കി കേരള ഞായറാഴ്ച നാം കൊണ്ടാടുമ്പോൾ 2-3 ചിന്തകളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, നമുക്ക് ദൈവിക ശക്തിയും അധികാരവുമാണ് അയക്കപ്പെട്ടതായിട്ടുള്ള നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. 2, ദൈവിക പരിപാലനയുടെ ഒരു വലിയ ഉറപ്പ് അവൻ നമുക്ക് നൽകുന്നു. ആ വലിയ ഉറപ്പിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അത് മാത്രമല്ല, ഒരു സാക്ഷ്യത്തിന്റെ അടയാളം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യത്തിന്റെ അടയാളങ്ങളെ പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഈ പുതിയ വർഷം ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ. ദൈവം നമുക്ക് എല്ലാവരെയും സഹായിക്കുകയും